സാറേ, ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഷോൾഡർ ഭയങ്കര പെയിനാണ്. അപ്പോൾ അതിന് ഈ സ്റ്റിറോയിഡൽ ഇഞ്ചക്ഷൻ എടുത്താൽ എങ്ങനെയാണ് സാറേ അതിൻ്റെ ഒരു ഒപ്പീനിയൻ? സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊണ്ട് എന്താ നടക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് ഒരു ഇഞ്ചറി വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത് ആ ഒരു ജിമ്മിന്റെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പൊസിഷൻ മാറിയായിരിക്കും ഇഞ്ചറി വന്നത്. ഒരു പർട്ടിക്കുലർ എക്സസൈസ് ചെയ്യുന്ന അതിന്റെ കറക്റ്റായ രീതി ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഞ്ചറി വരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തോ ഒരു തെറ്റ് നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് ആദ്യം മനസ്സിലിരിക്കട്ടെ. ഒരു തെറ്റ് വന്നതുകൊണ്ട് ഒരു ഇഞ്ചറി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പെയിനിനെയും അവിടെയുള്ള ഹീലിംഗ് ഫാക്ടേഴ്സിനെയും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെയും ഗ്രോത്ത് ഫാക്ടേഴ്സിനെയും എല്ലാത്തിനെയും അതങ്ങ് സപ്രസ് ചെയ്യും. അപ്പോൾ പെയിൻ മാറും, ഡെഫിനറ്റ്ലി അത് മാറും. ആ ഇനീഷ്യലി ഭയങ്കര പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമോ ഒക്കെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം സഹിക്കാൻ പറ്റാത്ത പെയിൻ സഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത് റെഗുലറായിട്ട് ആ പെയിൻ വരുമ്പോൾ തന്നെ അത് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടെൻഡിനൈറ്റിസേ ആയിട്ടുള്ളൂ, എന്ന് വെച്ചാൽ നീര് വെച്ചിട്ട് ഉള്ളൂ, അതൊന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ റെഗുലറായിട്ട് എടുക്കുന്നത് കൊണ്ട് ആ ഇമ്മ്യൂണോ സപ്രസീവ് ആക്ഷൻ വരും. ഒരു ഇമ്മ്യൂണോ സപ്രസൻ, അവിടെ ഒരു സപ്രഷൻ നടക്കും. ആ സപ്രഷൻ നടക്കുമ്പോഴത്തേക്ക് ടെൻഡിനോസിസ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഡൻ ഒരുമായി ദ്രവിക്കുന്ന പോലെയാവും. എന്ന് വെച്ചാൽ അതിൻ്റെ ആരോഗ്യം കുറഞ്ഞ് അതിൻ്റെ ഷേപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ പോയി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്തോ അത് വെച്ചുകൊണ്ട് ആ മസിലോ ടെൻഡനോ വെച്ചുകൊണ്ട് ആ കൈ വെച്ചുകൊണ്ടോ വല്ലതും നിങ്ങൾ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. പൊട്ടാൻ വിധി ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഈ റെഗുലർലി സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വീക്ക്നെസ് ഉണ്ടാവും, എന്നിട്ട് അത് പൊട്ടുകയും ചെയ്യും. അതിന് പകരം ഐഡിയലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മനസ്സിലായി നിങ്ങളുടെ ഇഞ്ചുറി സംഭവിച്ചത് നിങ്ങളുടെ പൊസിഷൻ്റെയോ നിങ്ങളെന്തോ ജിമ്മിൽ പോയി ചെയ്തതിൻ്റെ തെറ്റാണെന്നുള്ളത്. അത് മനസ്സിൽ വെച്ചേക്ക്. ഒരു പ്രാവശ്യം എടുത്തു, പെയിൻ കുറയ്ക്കണം വേണ്ടി നിങ്ങൾ ഒരു പ്രാവശ്യം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തു, ഫൈൻ. പിന്നെ മരുന്നോ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററീസോ അല്ലെങ്കിൽ റെഗുലർലി നീര് കുറയാനുള്ള മരുന്നോ എല്ലാം കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ആദ്യത്തെ വന്ന എപ്പിസോഡ് ഒന്ന് കുറയട്ടെ, അത് സമാധാനത്തിന് ശേഷം ഏത് എക്സസൈസ് ആണോ ചെയ്തത് അതിൻ്റെ ശരിക്കുള്ള രീതി ആദ്യം പഠിക്കും. അതിന് മുമ്പ് ഫിസിയോതെറാപ്പിയോ ടോണിങ് എക്സസൈസസ് ബേസ് ലൈനിൽ നിന്ന് തുടങ്ങാം. പതുക്കെ എക്സസൈസ് ചെയ്ത് നല്ല ന്യൂട്രിയൻസ് കഴിച്ച് നല്ല സപ്ലിമെൻറ്റ്സ് എടുത്ത് അതിനെ റീബിൽഡ് ചെയ്യും. എന്നിട്ട് കറക്റ്റ് രീതി ഏതാണോ, ചെസ്റ്റ് അടിക്കാൻ ചെസ്റ്റിൻ്റെ രീതിയുണ്ട്, ഷോൾഡറിൻ്റെ രീതിയുണ്ട്, അതിനകത്ത് ഏത് അടിക്കാനുണ്ടോ ഏത് പൊസിഷനിലാണ് അടിക്കേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള രീതി പഠിച്ചതിന് ശേഷം റിട്ടേൺ ബാക്ക് ടു യുവർ എക്സസൈസസ്. കുറച്ച് സമയമെടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് ഇതുണ്ടാവും. സ്റ്റിറോയിഡ് സഡൻ. അതിന് പകരം സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. താങ്ക് യു.